അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. യാസറാണ് പൂക്കോട്ടുംപാടം. നല്ല മഴ, നല്ല രസമുള്ള മഴ. അപ്പൊ ഇങ്ങനെ കുത്തിർക്കുമ്പോഴേ ഒരു വാർത്ത കണ്ട്, സ്വകാര്യ ബസ്സുടമകൾ പ്രതിസന്ധിയിലാണ്, വാഹന ബന്ദിലേക്ക് നീങ്ങുമെന്ന് മുന്നറിയിപ്പ്. ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം. അതിലിപ്പോ പറയണ എന്താന്ന് വെച്ചാൽ, അപ്പൊ ഞാൻ ഈ വാർത്ത ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴേ നമ്മൾ സംസാരിച്ച ഒരു വിഷയമാണിത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഈ പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, 2 വീഡിയോ ഞാൻ കൃത്യമായി ചെയ്തു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ. അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 1,78,00,000 വരുന്ന സ്ത്രീജനങ്ങൾ കേരളത്തിലുണ്ട്. അതിന്റെ ഭാഗം, അരല്ല ഭാഗം സ്ത്രീകൾ ഈ കോലത്തിൽ സൗജന്യ യാത്രയെ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, സ്വകാര്യ ബസ്സുകളുടെ അവസ്ഥ എന്തായിരിക്കും, അതിലെ ജീവനക്കാരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചു. അന്ന് എന്നോട് പറഞ്ഞു, സുഡാപ്പിയെ അനക്ക് നല്ലത് വരുന്നത് പറ്റൂലേ, പിന്നെ തൊള്ളിത്തോണ്ടിന്നൊക്കെ വിളിച്ചു. സത്യത്തിൽ എനിക്കൊരു ബസ്സും ഇല്ല കേട്ടോ. എനിക്ക് ബസ്സില്ല. എനിക്ക് പിന്നെ എന്താ പറയാ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമോ, അതൊന്നും ഇന്നെ സംഭവിക്കൂല. പക്ഷെ കണക്കുകൾ നമ്മളോട് പറയണത് ഇത്തരം വലിയ പ്രതിസന്ധിക്ക് ഇപ്പൊ പിന്നെ ബസ് എന്ന് പറഞ്ഞ സാധനം പല ആളുകളും അടവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു 3-4 പണിക്കാര്, ജോലിക്കാര്, ഇവർക്കൊക്കെ 500 റുപ്യ, അത് ഞാൻ പറഞ്ഞു, 500 റുപ്യ കിട്ടാത്തൊരവസ്ഥയായിരിക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോ ഇന്നിങ്ങനെ അപ്പൊ പറയാണ്, ഇന്നിങ്ങനെ ഈ വാർത്തയിൽ പറയുകയാണേ, അതായത് ഡീസൽ ചെലവിനും തൊഴിലാളികളുടെ വേതനത്തിന് പോലും പണം കണ്ടെത്താനാവാത്ത അത്രയും മോശം അവസ്ഥയിലാണ് ഉള്ളത് എന്ന് ഉടമകൾ പറയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരു സമൂഹത്തിൽ ഒരു കാര്യം പറയുന്നത് ഒരു ദീർഘവീക്ഷണത്തോടുകൂടി കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ വല്ലാതൊരു സംഗതികൾ വരാത്ത എന്താ വെച്ചാല്, നമ്മളെ നാട്ടില് ഈ ബംഗാളികൾ രാവിലെ കുറെ ടിക്കറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്, നാട്ടും പുറത്തു കൂടെ ഒക്കെ ഓലെ പണി സൈറ്റിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പുറം നാട്ടുകാർ ഇവിടെ ജോലിക്ക് വന്നതുകൊണ്ട് പല ബസ്സുകാരും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, അതുകൊണ്ട് അത് മുണ്ടാത്തത്. നേരെ മറിച്ച് സ്ത്രീകള് ഗണ്യമായി കുറഞ്ഞു. ഞാനിപ്പോ അടുത്ത് മലപ്പുറത്ത് ഒരു സംഗതിക്ക് പോയിങ്ങാണ്ട്, ഞാൻ മലപ്പുറം ബസ് സ്റ്റാൻഡിന്റെ അതിൽ എങ്ങനെ നടന്നിങ്ങനെ പോകേണ്ട, വണ്ടി പാർക്ക് ചെയ്തുങ്ങാണ്ട് നടന്നു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായപ്പോ മുന്നിൽ തന്നെ പ്രിയദർശിനി ബസ്, തൊട്ട് ബാക്കിൽ വേറെ പ്രൈവറ്റ് ബസ്സുണ്ട്. പ്രൈവറ്റ് ബസ്സിൽ ആളില്ല, പ്രിയദർശിനി ബസ്ക്ക് പിന്നെ സ്ത്രീകൾ ഓടി കയറുന്നുണ്ട്. നമ്മൾ സൗജന്യം കൊടുക്കണീനോ മറ്റുള്ളതിനൊന്നും എതിരായിട്ടല്ല, പക്ഷെ നമ്മളെ നാട്ടിലുള്ള ഒരു 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 ഘടന ഉണ്ട്. അതിൽ മറ്റുള്ളവർ പട്ടിണിയാവുമ്പോൾ അതൊരു വലിയ വിഷയമാണല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച ഇന്ന് അതിലേക്ക് ഈ ബസ്സിന്റെ ഉടമകൾ എത്തിയിരിക്കുന്നു എന്നാണ്. വരുമാനത്തിലുണ്ടായ കനത്ത ഇടിവിനെ തുടർന്ന് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് മേഖല വലിയ പ്രതിസന്ധിയിലാണ്. പാലക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബസ് തൊഴിലാളികളുടെ ദിവസവേതന ഉടമകൾ ഗണ്യമായി കുറച്ചു. വേതനത്തിന്റെ പകുതി മാത്രമാണ് ഇപ്പോൾ നൽകുന്നത്. വയനാട് ജില്ലയിൽ സ്വകാര്യ ബസ്സുകൾ ജൂലൈ 1 മുതൽ അനിശ്ചിത കാലത്തേക്ക് പണിമുടക്കാൻ വേണ്ടി പോവുകയാണെന്നാണ്. ഒരു മേഖല തന്നെ തകരാണ്. അതും നമ്മൾ പറഞ്ഞു, ഇത് ഞാനും നിങ്ങളും സംസാരിച്ച കേസാട്ടോ. ഇത് രാഷ്ട്രീയം നോക്കി സംസാരിച്ചല്ല. ഇതിപ്പോ ബസ്സുകാരെ കാര്യം പറഞ്ഞാൽ സുഡാപ്പി എന്റെ പാർട്ടി ഈ ബസ്സുകാരെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ആരെങ്കിലും ഇതൊന്നും പറയാൻ വേണ്ടേ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. ഏതായാലും നമ്മളെ നാട്ടിലൊരു പദ്ധതി കൊണ്ടുവരികയാണെങ്കിൽ അതിൽ ആരൊക്കെ പട്ടിണിയാവും എന്നുള്ളത് കൂടി. ഇനിയിപ്പോ ഇതിൽ ടാക്സ് ബിൽ കുറച്ചു കൊടുക്കുമോ? സർക്കാർ ഈ കോലത്തിലാണെങ്കിൽ ടാക്സ് കുറച്ചു കൊടുക്കുമോ? ഇല്ല. ഇനി എന്താ ബിൽ ചെയ്യാ? ഇനി പിന്നെ കയറുന്ന ആൾക്കാർക്ക്, ഇപ്പൊ സ്ത്രീകൾക്ക് സൗജന്യം, ഇനിയിപ്പോ ബസ്സിൽ സാധാരണ ആണുങ്ങൾ കയറുന്നുണ്ടെങ്കിൽ അവരുടെ ബസ് കൂലി കൂട്ടും. അപ്പോഴും ആണ് പെട്ടു. നയിച്ചിങ്ങാണ്ട് രാവും ഇതും കൂടി നോട്ട് ചെയ്ത് വെച്ചോളൂ. രാവും പകലും കുടുംബം പോറ്റാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പായണ ആണുങ്ങൾക്ക് KSRTC സൗജന്യമില്ല. എന്നാൽ സ്വകാര്യ ബസ് കയറുമ്പോൾ എന്തേ കാരം, ബസ് ചാർജ് കൂട്ടും. ഇതായിക്കാരം അവസ്ഥ. അതല്ലാതെ സർക്കാർ ബിൽക്ക് ടാക്സ് കുറച്ചു കൊടുക്കുമോ? ഇല്ല. വേറെന്തെങ്കിലും ഇളവുകൾ കൊടുക്കുമോ? ഇല്ല. സ്കൂൾ കുട്ടികളെ പിന്നെ ഈ പറഞ്ഞ മാതിരി സീട്ടി അതും കൂട്ടും. ഇങ്ങനെയൊക്കെ ഇതുകൊണ്ടുള്ള ഒന്ന് ഖജനാവിന് വലിയ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കണം. അതിന്റെ കണക്ക് ഇപ്പൊ നമുക്ക് ഒരു 5-6 മാസം കജ്ജട്ടെ, അപ്പൊ നമുക്ക് പറയാം. ഇപ്പോഴത്തെ ഒരവസ്ഥയാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഇപ്പോ
എത്ര മാസമായിട്ടുള്ളൂ? ഒരു 2 മാസമായില്ലായിട്ടുള്ളൂ. അപ്പോൾ എത്തി നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതാണ് സത്യം. സത്യം നമ്മൾ പറയുമ്പോൾ അത് രാഷ്ട്രീയം നോക്കിങ്ങാണ്ടുള്ള കാര്യങ്ങളല്ല. നേരെ മറിച്ച് അതൊക്കെ കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനം, നമ്മുടെ നാടിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതിലേക്ക് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും പ്രശ്നം പരിഹരിക്കേണ്ടത് സർക്കാരിനെയാണ്. അതിന് കൃത്യമായ പ്രശ്ന പരിഹാരം ഉണ്ടായത്. അത് ഏതെങ്കിലും ഈ പുരുഷ വിഭാഗത്തിന്റെ തലയിൽ കെട്ടിങ്ങാണ്ട് ആകരുത് എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തണം. ഈ വീഡിയോ സൂക്ഷിച്ചു വെച്ചോളി, ആവശ്യം വരും. ഓക്കെ, നിർത്തുന്നു. നന്ദി.